നമസ്കാരം. ഈ ലോകത്തിലെ സകല ജനങ്ങൾക്കും ഉപകാരപ്രദങ്ങളായിട്ടുള്ള വിജ്ഞാനപ്രദങ്ങളായിട്ടുള്ള വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളും മറ്റും രചിച്ച് നമുക്ക് നൽകിയിട്ടുള്ള ഋഷീശ്വരന്മാരുടെ നാടായ ഈ ഭാരതഭൂമി സകല ജീവജാലങ്ങളുടെയും അഭിവൃദ്ധിക്ക് ഉതകുമാറുള്ള സംഭാവനകളാണ് ഉപദേശങ്ങളായി നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ഭാരതഭൂമിയുടെ മഹത്വത്തെക്കുറിച്ചുള്ള ആ വിവരണങ്ങളാണ് സാറ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നൽകുന്നത്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം. എത്ര വേദങ്ങൾ ഇവിടെ എഴുതി ഉജ്ജ്വലമായ ഛന്ദസ്സുകളോടുകൂടി പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കുന്ന, ശാശ്വത സത്യത്തെ വിവരിക്കുന്ന, കഥകളില്ലാത്ത, എക്സാജറേഷൻ ഇല്ലാത്ത ഒരു വസ്തുത മാത്രം, ദ യൂണിവേഴ്സൽ എനർജി, നാസയിലെ ശാസ്ത്രജ്ഞന്മാര് വിവരിക്കുന്ന സെൽഫ് അവയർനെസ്, സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള, സ്വബോധമുള്ള, പ്രജ്ഞാനമുള്ള ആ പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കുന്ന വേദങ്ങൾ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാര് എഴുതിയ ഒരു ഭൂമി, അതാണ് നമ്മുടെ ഭാരതം. എത്ര വേദമന്ത്രങ്ങൾ ഉദാത്ത സ്വരിതരേണ ഹ്രസ്വപ്രചേയ അനുനാസിക കമ്പ ദീർഘകമ്പ ശ്രുതയോടുകൂടി ഈ മണ്ണിൽ ഇന്ന് കാശ്മീരുകാരനും കന്യാകുമാരിക്കാരനും ത്രിപുരക്കാരനും അതുപോലെ ഗുജറാത്തുകാരനും ഈ സദസ്സിലെ ഈ സ്റ്റേജിൽ വന്നാൽ ഒരൊറ്റ സ്വരത്തിൽ ചൊല്ലുന്ന ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ മന്ത്രങ്ങളാൽ ഈ രാഷ്ട്രത്തെ ഒന്നാക്കി മാറ്റിയ ചൈതന്യത്തിന്റെ വേദവരികൾ ഉജ്ജ്വലമായി പ്രഭചൊരിഞ്ഞൊരു ദേശമാണിത്. കർമ്മമണ്ഡലത്തിൽ സൂര്യന് നിങ്ങൾക്കറിയാവുന്നത് 6 മില്യൺ ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തുന്ന സൂര്യൻ, 60 ലക്ഷം ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തുന്ന സൂര്യൻ, ആ സൂര്യന് വിളക്ക് വെച്ചവരാണ് നാം. ജ്യോതിശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ അയം ദീപഃ പ്രതിഗൃഹ്യതാം. പ്രഭാകരോ മഹാതേജോ, തേജസ്വിയായ പ്രഭാകര, ദേവന്മാർക്ക് പോലും പ്രകാശം ചൊരിയുന്ന അങ്ങക്ക് ഞങ്ങളിതാ ഈ ചെറിയ കൊടിവിളക്കില് അങ്ങക്ക് വിളക്ക് വെക്കുന്നു. സൂര്യന് വിളക്ക് വെച്ചവര് ലോകത്തിൽ ആരുണ്ട്? ഇവിടെ സൂര്യന് വിളക്ക് വെക്കാൻ ധൈര്യം കാണിച്ചവര് ഈ നാട്ടിൽ ജനിച്ചവരാണ് നമ്മള്. ഈ സൂര്യ ചൈതന്യത്തിന്, പ്രപഞ്ച ചൈതന്യത്തിന് എപ്പോഴാണോ കർമ്മം അടിസ്ഥാനമാകുന്നത്, എപ്രകാരമാണോ യജ്ഞം അടിസ്ഥാനമാകുന്നത്, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന. എന്താ ഈ വഴി? ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ E = mc². സർവ്വതും എനർജിയാണ്, സെൽഫ് എനർജൈസിംഗ് ഫോഴ്സ് ആണ്, സെൽഫ് ഗൈഡിംഗ് ഫോഴ്സ് ആണ്, സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള ഫോഴ്സ് ആണ്, സെൽഫ് അവയർനെസ് ഉള്ള ഫോഴ്സ് ആണ്. അതാണ് ബ്രഹ്മചൈതന്യം. ആ ബ്രഹ്മചൈതന്യത്തിന് എന്റെ വക അല്പവും കൂടി ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ അനുശാസിച്ച യജ്ഞകർമ്മങ്ങൾ നടത്തിയ ഭൂമിയാണ് ഇത്. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലൂടെ 50ഉം 55ഉം വയസ്സായാൽ ഇനി രാഷ്ട്ര സേവനത്തിന്, മാനവരാശിയുടെ സേവനത്തിന് എന്ന് അസന്നിഗ്ധമായി ഡിക്ലെയർ ചെയ്ത് കുടുംബ പ്രാരബ്ധങ്ങൾ മകനെ ഏൽപ്പിച്ച് രാഷ്ട്ര സേവനത്തിനിറങ്ങിയ പുരുഷന്മാർ ലക്ഷക്കണക്കിന് ജനിച്ച ആരണ്യകങ്ങളിൽ വിവരിക്കുന്ന രീതിയിൽ ഈ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിച്ചവരുടെ ദേശമാണിത്. ഉപനിഷത്തുക്കൾ എഴുതി പ്രപഞ്ച ചൈതന്യത്തെ ചെറിയ ചെറിയ ഉജ്ജ്വല വാക്യങ്ങളിലൂടെ 108 ഉപനിഷത്തുക്കൾ എഴുതി
പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കാൻ അത്യന്താധുനിക ഊർജതന്ത്രത്തെ വെല്ലുന്ന വിധത്തിലുള്ള തത്വശാസ്ത്രങ്ങൾ നൽകിയ ഒരു രാഷ്ട്രമാണ് ഇത്. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ബുദ്ധീത മാഗൃധസ്യ സിദ്ധനം. ഓംബുഡ്സ്മാൻ പറഞ്ഞില്ലേ, പ്രപഞ്ച ചൈതന്യത്തിൽ ഈശ്വരനെ കണ്ടവരാണ് നാം എന്ന്. ആ പ്രപഞ്ച ചൈതന്യത്തിൽ ഈശ്വരന്റെ അസ്തിത്വത്തെ അത്യന്താധുനിക ബയോകെമിസ്ട്രി അതുപോലെ തന്നെ ഊർജതന്ത്ര ശാസ്ത്രം വിവരിക്കുന്നതുപോലെ അണുവിട വ്യത്യാസമില്ലാതെ വിവരിച്ച ഉപനിഷത്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആ ചൈതന്യം എഴുതിയ ഋഷിവര്യന്മാർക്ക് ജന്മം നൽകിയ നാടാണ് ഇത്.